സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് എങ്ങനെയാണ് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഒരു ആംഗിൾ മെഷർ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഹൗ ടു യൂസ് എ പ്രൊട്രാക്ടർ ടു മെഷർ ആൻ ആംഗിൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഇൻസ്ട്രുമെൻറ്റ് കണ്ടിട്ടുണ്ടാവും. ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ് പ്രൊട്രാക്ടർ. ദിസ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ് ടു മെഷർ ആൻ ആംഗിൾ. അപ്പോൾ ഈ ഇൻസ്ട്രുമെൻറ്റിനെ ടീച്ചർ ഒന്ന് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചിട്ടാണ് ടീച്ചർ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ജോമെട്രിക്കൽ ബോക്സിൽ കണ്ടിട്ടുണ്ടാവും. ഇതിൽ നമ്മൾ അളവുകൾ നോക്കുക. ഇത് നിങ്ങൾക്കറിയാം 90 ഡിഗ്രിയുടെ ഇവിടെ ലൈൻ, ഇതാണ് നമ്മുടെ ബേസ് ലൈൻ എന്ന് പറയുന്ന ലൈൻ, ഈ ഏറ്റവും താഴെ വരച്ചിട്ടുള്ള വര. ഇനി ഇതാണ് അതിൻ്റെ സെൻറ്റർ. ഇവിടെയാണ് നമ്മൾ 0 എന്നുള്ളത്, അതായത് ആംഗിൾ മെഷർ ചെയ്യുന്ന സെൻറ്റർ പോയിൻ്റ് വെക്കുന്നത് ഇവിടെയാണ്. ഇനി നമുക്കറിയാം ഇതിൽ അളവുകൾ, 2 അളവുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യം വരുന്നത് 0, 10, 20, 30, 40, 50, 60, 70, 80, 90 അങ്ങനെ 180 വരെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇവിടെ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്, ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കിയാൽ 180, 170, അതായത് ഇവിടെ നിന്നാണ് 0 സ്റ്റാർട്ട് ചെയ്യുന്നത്. 0, 10, 20, 30, 40, 50, 60, 70, 80 അങ്ങനെ പോയി ഇവിടെ 180 അവസാനിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതുപയോഗിച്ച് എങ്ങനെയാണ് ഒരു ആംഗിൾ മെഷർ ചെയ്യുന്നത് എന്നാണ് ഇന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ടീച്ചർ പറഞ്ഞു 2 ലൈൻസ് ജോയിൻ ചെയ്യുമ്പോഴാണ് ആംഗിൾ ഉണ്ടാകുക, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ടീച്ചർ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മെഷർ ചെയ്യാവുന്ന രീതിയാണ് ടീച്ചർ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതൊരു ലൈനാണ്, ഇത് രണ്ടാമത്തെ ലൈനാണ്. ഈ 2 ലൈനും ജോയിൻ ചെയ്യുന്ന പോയിൻ്റ് ഇതാണ്, ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ്. ദീസ് 2 ലൈൻസ് ആർ മീറ്റിംഗ് അറ്റ് ദിസ് പോയിൻ്റ്. ഇനി അങ്ങനെയാകുമ്പോഴാണ് ഒരു ആംഗിൾ ഫോം ചെയ്യുന്നത്. അതായത് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ 2 ലൈൻസിൻ്റെ ഇടയിലുള്ള അളവിനെയാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? ആംഗിൾ അല്ലെങ്കിൽ മലയാളത്തിലെ കോൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ അളവാണ് നമ്മൾ അളക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ലൈനിൻ്റെ അളവ് നിങ്ങൾ എങ്ങനെ അളക്കുക? നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് ലൈനിൻ്റെ അളവ്, ലെങ്ത്ത് നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലേ. ഇവിടെ നമ്മൾ ഈ 2 ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ആംഗിളാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ, ഏത് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു ടീച്ചർ. പ്രൊട്രാക്ടറാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കുക. പ്രൊട്രാക്ടറിൻ്റെ ഈ സെൻറ്റർ ഉണ്ടല്ലോ, അത് ഈ ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റ്, അതായത് ജോയിൻ ചെയ്യുന്ന ഈ 2 ലൈൻസും ജോയിൻ ചെയ്യുന്ന പോയിൻറ്റിലാണ് വെക്കേണ്ടത്. ടീച്ചർ ഇവിടെ വെച്ചു, കണ്ടോ, വെച്ചു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ലൈൻ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളത് ശ്രദ്ധിക്കണം. ഇവിടം മുതൽ ഇവിടം വരെയുള്ള അളവാണ് നമ്മൾ അളക്കുന്നത്. അപ്പം നമ്മൾ ഈ ലൈൻ ഇതിൻ്റെ ബേസ് ലൈനായിട്ടുള്ള ഈ ലൈനിൽ വെക്കണം. അതായത് 0 ഡിഗ്രിയിൽ വരയ്ക്കുന്ന ലൈനാണത്, അതാണ് 0. മനസ്സിലായോ? 0 അതായത് അളവ് 0-ൽ നിന്നാണ് ഏത് അളവും തുടങ്ങുക അല്ലേ. നമ്മൾ അളക്കുമ്പോൾ 0-ൽ നിന്നാണ് തുടങ്ങേണ്ടത്. അതുകൊണ്ടാണ് 0 വെച്ചിട്ടുള്ള ലൈൻ നമ്മൾ ഈ ലൈൻമേ വെക്കേണ്ടത്. ഇത് 2 കാര്യവും ശരിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്യാൻ പഠിച്ചു. ഇനി നമുക്കറിയേണ്ടത് ഇവിടുന്ന് മുതൽ ഇവിടം വരെയുള്ള അളവാണ്. എല്ലാവർക്കും അറിയാം ഈ 2 ലൈനിൻ്റെ ഇടയിലുള്ള അളവാണ്. അപ്പം നമുക്കറിയാം ഏതൊരു അളവും തുടങ്ങുന്നത് 0-ൽ നിന്നായിരിക്കും. അത് വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ലൈനിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ആ ലൈൻ ഏതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇവിടെ പോയിട്ട് 180-ൽ നിന്ന് തുടങ്ങുന്ന അളവ് എടുക്കരുത്. അതാണ് നമ്മൾ കോമൺ സെൻസ് ഉപയോഗിക്കാൻ പറയുന്നത്. ഒരിക്കലും 180-ൽ നിന്ന് ഒരു അളവ് അളന്ന് തുടങ്ങില്ല. നിങ്ങൾക്കറിയാം 0-ൽ നിന്നാണ് അളവ് തുടങ്ങുക. അപ്പോൾ നമ്മൾ ഈ ലൈൻ തുടങ്ങുന്നത് 0-ൽ നിന്ന് തുടങ്ങാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് മുതൽ ഇവിടം വരെയാണ് അളക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് 0-ൽ നിന്നാണ് അളക്കേണ്ടത്. അപ്പോൾ ഏത് അളവ് എടുക്കേണ്ടത്? ഇവിടെ 0 വരുന്ന അളവാണ് എടുക്കേണ്ടത്. 0-ൽ നിന്ന് തുടങ്ങുന്ന അളവാണ് എടുക്കേണ്ടത്. അത് വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ തെറ്റുവരും. അപ്പോൾ ഇത് നോക്കുക, 0 ആദ്യത്തെ ടീച്ചർ പറഞ്ഞു ബേസ് ലൈൻ 0 ആണ്. അപ്പോൾ ആദ്യം തുടങ്ങുന്നത് 0, അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോൾ അത് 10 ഡിഗ്രിയായി. ഇവിടെ 20, ഇവിടെ 30, ഇവിടെ 40, ഇവിടെ 50, ഇവിടെയാണ് നമ്മുടെ ലൈൻ കിടക്കുന്നത്. ഇവിടെ കണ്ടോ? അപ്പോൾ ഇവിടെ നമുക്കറിയാം 50 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് 50യുടെ ലൈൻ. ഈ വലിയ വരയാണ് 50. ഇത് എത്രയായിരിക്കും വരിക? 55. ഈ ചെറിയ വര 56. ഈ ചെറിയ വര ഏതാ വരുന്നത്? 56 കഴിഞ്ഞ് 57-ലാണ് ഈ വര കിടക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ആംഗിള് മെഷർ ചെയ്യുന്ന ആംഗിള് 57 ഡിഗ്രിയാണ്. അപ്പം നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുമ്പോൾ ഡിഗ്രി എന്നാണ് മാർക്ക് ചെയ്യേണ്ടത്. ഡിഗ്രി എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? ഒരു ചെറിയ 0 ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക.
അപ്പോൾ ടീച്ചർ ഇതിൻ്റെ അളവ് എഴുതാൻ പോവുകയാണ്. 57 ഡിഗ്രി. അപ്പോൾ 57 എഴുതുക. അതിന് ശേഷം മുകളിൽ ഒരു ചെറിയ 0 ഇടുക. ഈ 0 വലുതാവാനും പാടില്ല. അതുപോലെ തന്നെ ഇവിടെ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 570 എന്നാണ് വായിക്കാം, അത് പാടില്ല. അപ്പോൾ ഈ 7ൻ്റെ മുകളിൽ ചെറിയൊരു 0 ഇടുമ്പോൾ ഇതിന് വായിക്കുന്നതാണ്, നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്, 57 ഡിഗ്രി. അപ്പോൾ ടീച്ചർ മെഷർ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഒരെണ്ണം കൂടി എക്സാമ്പിൾ നോക്കാം. അടുത്ത ചിത്രം ഇതാണ് ടീച്ചർ വരച്ചിട്ടുള്ളത്. ഇവിടെ 2 ലൈൻ, ഇതാണ് ഒരു ലൈൻ, ഇതാണ് രണ്ടാമത്തെ ലൈൻ. അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്ന പോയിൻ്റ് ഇതാണ്. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യുക എവിടെ നിന്നാണ്, ഈ 2 ലൈനിൻ്റെ ഇടയിലുള്ള അളവാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ദ ആംഗിൾ. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടേക്കാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത്. ഇത് വലിപ്പം കൂടുതലാണ്, നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചിത്രം വരയ്ക്കുമ്പോഴേ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ടീച്ചർ അതിൻ്റെ എങ്ങനെയാണ് മാറുന്നതെന്ന് നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പം നിങ്ങൾ ഇത് നോക്കുക, ഇവിടെ നിന്ന് മുതൽ ഇവിടം വരെയുള്ള അളവാണ് എടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഉപയോഗിച്ച് മെഷർ ചെയ്യാനാണ് ടീച്ചർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ടീച്ചർ ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചു, ഇതാ വെച്ചു. പിന്നെ ഫസ്റ്റ് ലൈൻ, ഈ ലൈനിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്, ആ ലൈൻ 0യിൽ വെച്ചു. കണ്ടോ, വളരെ കൃത്യമായിട്ട് വെച്ചു. ഇങ്ങനെ വെക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ് കേട്ടോ. ഇത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മെഷർമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക്. അപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ടീച്ചർ പറഞ്ഞു സ്റ്റാർട്ടിങ് ലൈൻ 0യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, 180 എടുക്കരുത്. ഇവിടെ 180യുടെ അളവുണ്ടാവും. അതായത് നമുക്ക് 180 ചില സന്ദർഭങ്ങളിൽ ഇവിടെ നിന്ന് ചിത്രം വരും, അപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വരിക. അപ്പോൾ ഇവിടെ ടീച്ചർ വീണ്ടും ഈ ലൈനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ലൈൻ 0യിൽ നിന്നാണ്. അപ്പോൾ 0ൻ്റെ അളവ് എഴുതിയ ഭാഗത്തിൽ നിന്ന് നിങ്ങൾ അളന്ന് തുടങ്ങണം. അപ്പോൾ ഇത് 0, 10, 20, 30, 40, 50, 60, 70, 80. നമ്മുടെ ഈ വര, നിങ്ങളുടെ ഈ വരെയാണ് നിങ്ങൾക്ക് അളക്കേണ്ടത് അല്ലേ. അപ്പോൾ ആ വരെ നിങ്ങൾ അളക്കണം. 70, 80, 90, 100, 110, 120. 20 വരെ ആകുമ്പോൾ ഇതാണ് വര. കണ്ടോ, 20, 120. അപ്പോൾ 120, പിന്നത്തെ ചെറിയ വര 121, പിന്നത്തത് 122, പിന്നത്തത് 123. കണ്ടോ, ഇതെവിടെ വരുന്നത്, 123. അപ്പോൾ 123ലാണ് ഇതിൻ്റെ കൃത്യം മെഷർമെൻറ്റ്. അപ്പോൾ ടീച്ചർ വീണ്ടും എഴുതി, നമ്മൾ എഴുതി 123 ഡിഗ്രി. ഡിഗ്രി എന്ന് എഴുതേണ്ട കാര്യമില്ല, നമുക്ക് സിമ്പിൾ യൂസ് ചെയ്താൽ മതി. അതിൻ്റെ സിമ്പിൾ ഒരു ചെറിയ 0 മുകളിലിടുക, അതാണ് ഡിഗ്രി മെഷർ ചെയ്യേണ്ടത്. അതിൻ്റെ സിമ്പിളാണ്, ഡിഗ്രിയുടെ സിമ്പിളാണ് ഈ 0. അപ്പോൾ ഇത് മെഷർ ചെയ്തു. ഇനി നമുക്ക് വേറൊരു ചിത്രം നോക്കാം. നിങ്ങൾക്ക് മെഷർ ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഈ ചിത്രം നോക്കുക. ഇത് നോക്കിയാൽ നിങ്ങൾ, ഈ ചിത്രത്തിൽ ഇത് ലൈൻ, ഇത് ഫസ്റ്റ് ലൈൻ, ഇത് സെക്കൻഡ് ലൈൻ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവർ ജോയിൻ ചെയ്യുന്ന മീറ്റിംഗ് പോയിൻ്റ് ഇതാണ്. നമ്മൾ അളക്കുന്നത് ഇവിടുന്ന് മുതൽ ഇവിടം വരെ, അതായത് ഈ 2 ലൈനിൻ്റെ ഇടയിലുള്ള അളവ് എത്രയാണ്, അതാണ് നമ്മൾ ആംഗിൾ കൊണ്ട് മെഷർ ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ അളവ് എത്രയാണ്, വരകൾക്കിടയിൽ എത്ര അളവുണ്ട് എന്നുള്ളതാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പം നമുക്ക് വീണ്ടും ടീച്ചർ പ്രൊട്രാക്ടർ എടുത്തു. ടീച്ചറുടെ ഈ സെൻറ്റർ പോയിൻ്റ് ഈ മീറ്റിംഗ് പോയിന്റിൽ വെച്ചു. ടീച്ചർ വെച്ചു, കണ്ടോ, ടീച്ചറുടെ ജോയിനിങ് ലൈൻ, അതായത് ഈ ഫസ്റ്റ് ലൈൻ, അതായത് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യേണ്ട ആ ലൈൻ 0യിൽ കൊണ്ടുവച്ചു. കണ്ടോ, 0 വര, ഇതാണ് 0 ലൈൻ. അപ്പോൾ ആ 0 ഡിഗ്രിയുടെ വരയിൽ വെച്ചു. ഇപ്പോൾ നമ്മൾ വെക്കുന്നത് പൊസിഷൻ കൃത്യമാക്കി ആദ്യം വെക്കണം. ഇപ്പോൾ ശരിയായി. ഇനി നിങ്ങൾ വീണ്ടും അളക്കണം. ടീച്ചർ പറയുന്നത് നോക്കുക, നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്, ഇവിടെ ഒരു വരയില്ല. അപ്പം നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ ഈ വരയും തമ്മിലുള്ള അകലാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ വരയെ 0ത്തിൽ നിന്ന് തുടങ്ങണം. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നിന്നാണ് നമ്മൾ 2 അളവ് വരുമ്പോൾ തെറ്റിക്കാനുള്ളത്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ടീച്ചർ തുടങ്ങുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് തുടങ്ങുന്ന വര, അത് പ്രത്യേകിച്ച് ടീച്ചർ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ടിങ് ലൈൻ ഇറ്റ് ഈസ് ഫ്രം 0. അപ്പോൾ ഇത് 0യിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് 0 അളവ് വരുന്നത് ഫസ്റ്റിലാണ്. നേരത്തെ നമ്മളൊക്കെ ഇവിടെ നിന്നാണ് രണ്ടാമത്തെ, ഇവിടെ ആയിരുന്നു ആദ്യം 0 വന്നിരുന്നത്. ഇവിടെ ആദ്യം കാണുന്നത് 0. അപ്പോൾ അവിടെ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആലോചിക്കുക, വേറെ ഒന്നും ആലോചിക്കേണ്ട. അപ്പോൾ ഇത് 0, 10, 20, 30, 40, 50, 60, 70, 80, 90, 100. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമുക്കറിയാം 100 ആയി. 105, ഈ ചെറിയ വര നിങ്ങൾക്കറിയാം 105 ആണ്. പിന്നത്തത് 106, അപ്പോൾ പിന്നത്തത് 107. അപ്പോൾ ഇത് 107 ഡിഗ്രിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ ചെറിയ ലൈൻസ് നിങ്ങൾക്കറിയാലോ എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടതെന്ന്. സ്കെയിൽ പോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ വരുന്നത് 107 107 ഡിഗ്രി.
ഡിഗ്രിക്ക് ടീച്ചർ പറഞ്ഞു 0 മുകളിലിടുക. അപ്പോൾ നമ്മൾ ഈ 3 എണ്ണം മെഷർ ചെയ്യണത് പഠിച്ചു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇല്ലേ? നന്നായിട്ട്. അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ നോക്കുക. ഇവിടെ നോക്കുക, 0 മുതൽ നോക്കുക 10 വരെ അല്ലേ? ചെറിയ 10 വരകളുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ 0 മുതൽ 5 വരെയാണ് ചെറിയ വര. ഇവിടുത്തെ ഈ ചെറിയ വര 5 ആണ്. അപ്പോൾ ഇവിടെ 5 കണ്ട ഈ ചെറിയ വര, പിന്നെ ഇവിടെ 0, ഇവിടെ 10. അപ്പോൾ 0 കഴിഞ്ഞിട്ട് വരുന്നത് 1, 2, 3, പിന്നെ ഈ ചെറിയ വര 5, 6. അപ്പം അങ്ങനെയാണ് ഇത് നമ്മൾ അളക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആംഗിൾസ് മെഷർ ചെയ്യാം. ഇനി നമ്മൾ ആംഗിൾസ് വരയ്ക്കാനായിട്ട് ഇപ്പോൾ 50 ഡിഗ്രിയുള്ള ഒരു ആംഗിൾ എങ്ങനെ വരയ്ക്കണം എന്ന് അറിയണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇതുപോലെ തന്നെ ഒരു ലൈൻ ആദ്യം വരയ്ക്കുക. ഇങ്ങനെ വെറുതെ ഒരു ലൈൻ വരയ്ക്കുക, ബേസ് ലൈൻ ആദ്യം വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് 50 ഡിഗ്രിയാണ് നിങ്ങൾ മെഷർ ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ നമുക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. ആ പോയിൻ്റിൽ ഇതിൻ്റെ സെൻറ്റർ വെക്കുക. ഇവിടെ വെച്ചു. ടീച്ചർ ഈ ബേസ് ലൈൻ 0യിലേക്ക് കൃത്യമാക്കി വെച്ചു. ഇനി ടീച്ചർക്ക് 50 ഡിഗ്രി ആണെങ്കിൽ ടീച്ചർ പറഞ്ഞു ഈ ലൈൻ തുടങ്ങുന്നത് 0 ആണ്. അപ്പോൾ 0, 10, 20, 30, 40, 50 കണ്ടോ? അപ്പോൾ 50യുടെ ലൈൻ ഇതാണ്. അപ്പോൾ ഇവിടെ ഒരു എന്തിട്ടാൽ മതി? ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ പോയിൻ്റിൽ നിന്ന്, അതായത് ഈ പോയിൻ്റിൽ നിന്ന് ഈ പോയിൻ്റിലേക്ക് സ്കെയിൽ ഉപയോഗിച്ച് നിങ്ങൾ വരച്ചാൽ മതി. അപ്പോൾ ഇത് എത്ര ഡിഗ്രിയുള്ള ഇതാണ്? ആംഗിളാണ് 50 ഡിഗ്രിയുള്ള ആംഗിളാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വരയ്ക്കണം. നമ്മളിവിടെ എഴുതുകയും വേണം 50 ഡിഗ്രി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി 120 ഡിഗ്രി ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടതെന്നുള്ളത്, അല്ലെങ്കിൽ വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ വീണ്ടും ഇതുപോലെ തന്നെ നമ്മളൊരു ലൈൻ ഡ്രോ ചെയ്യുക. എന്നിട്ട് ഇവിടെ മെഷർ ചെയ്യുക. ഇവിടെ പോയിൻ്റ്, അതായത് ഈ പോയിൻ്റ് മാർക്ക് ചെയ്തു. ഇവിടെയും വേണമെങ്കിൽ ഡാറ്റ ഇവിടെ വെക്കുകയാണെങ്കിൽ സെൻറ്റർ ഇവിടെ വെക്കണം, ഇവിടെയാണെങ്കിൽ ഇവിടെ സെൻറ്റർ വെക്കണം. അപ്പോൾ ടീച്ചർ ഇവിടെ സെൻറ്റർ വെച്ചു, ഇവിടെ നമ്മൾ വെച്ചു. ഇനി നമുക്ക് ഇപ്പോൾ 110 ഡിഗ്രിയാണെന്ന് നോക്കാം. ഇവിടെ വരുന്നത് മാക്സിമം അതാണ്. അപ്പോൾ ഇവിടെ 110 കണ്ടോ? 0യിൽ നിന്ന് 0, 10, 20 to 100, 110. അപ്പോൾ ടീച്ചർ ഇത് മാർക്ക് ചെയ്തു കണ്ടോ? ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ജോയിൻ ചെയ്തു, ലൈൻ ജോയിൻ ചെയ്യുക സ്കെയിൽ ഉപയോഗിച്ച്. കഴിഞ്ഞു. വളരെ സിമ്പിളായി. ഇവിടെ നമുക്ക് 110 ഡിഗ്രി. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, താങ്ക് യു. ഇനി ഇതുപോലത്തെ ആംഗിൾസ് നിങ്ങൾ വരയ്ക്കണം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി.